അപ്പൊ റസൂലുള്ളാഹി തങ്ങളാണ് ലോകത്ത് എല്ലാം 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 പൊന്നാര നബി തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ നോക്കൂ, അതാ പറഞ്ഞ മദീനക്കാണ് ഒന്ന് മുത്തുനബി തങ്ങളെ കിടക്കുന്ന റൗളയുള്ള സ്ഥലം. മദീനല്ല മുത്തുനബി തങ്ങളെ കിടക്കുന്ന റൗളയുള്ള സ്ഥലം, അതാണ് ലോകത്ത് ഒന്നാം സ്ഥാനം. കഅബയുള്ള മക്കയേക്കാളേറെ കഅബയേക്കാളേറെ എന്തേ ആ റസൂലുള്ള ഉള്ളത് കൊണ്ടാണ് ഇതുണ്ടായത്. ഇനി നോക്കൂ നിങ്ങൾ, 1000 മാസത്തിനേക്കാളേറെ ശ്രദ്ധയുള്ള ലൈലത്തുൽ ഖദർ, പരിശുദ്ധമായ റമളാനിലുള്ള ലൈലത്തുൽ ഖദർ, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി ലൈലത്തുൽ ഖദ്രി ഖൈറും വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹറ. 1000 മാസത്തിനേക്കാളേറെ ശ്രദ്ധയുള്ള മാലാഖമാർ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഏറെ പുണ്യമേറിയ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട നാളാണല്ലോ ലൈലത്തുൽ ഖദർ. ഞങ്ങളെ ഭാഷയിൽ ചൊന്നെങ്കിൽ റമളാൻ 27 അല്ലേ 27 അല്ല, 23 ആവും, 25 ആവും, 21 ആവും, 29 ആവും. ഞങ്ങൾ എന്താക്കിയ ഞങ്ങൾ 27 സീൽ വെച്ച സ്റ്റോപ്പ് അതിന്റെ മുന്നോലും ഇല്ല പിന്നോലും ഇല്ല അല്ലേ. ഏതുവരെ കൊന്തുണ്ട് ഉസ്താദ്, ഏതുവരെ അറിയിക്ക്? ചില പള്ളികളിലും ഉണ്ട്, ഇസ്ലാമി പള്ളിയിലല്ല. 27 തറാവി നിസ്കരിച്ചിട്ട് ലൈലത്തുൽ ഖദറിന്റെ ദുആ എല്ലാം നടത്തിയിട്ട് കൊണ്ടുവന്ന നെയ്യപ്പ സീറിനെ എല്ലാം കൊടുത്തിട്ടോ എല്ലാം ആയിനെ കണ്ടെങ്കിൽ അണ്ടേ വാർന്ന് പള്ളിയിൽ എന്താ കൊന്തുണ്ട് കമ്മിറ്റിമാര്. അസ്രാമ്പി പള്ളിയുടെ ഉസ്താദ് തറാവി നിസ്കരിച്ച ഉസ്താദ് ഉണ്ടല്ലേ, അയാൾക്ക് പെരുന്നാന്റെ പൈസ കൊടുത്തിട്ട് ഉസ്താദ് ഇനി നിങ്ങൾ മുന്നല്ലേ പോറത്തുക്കൂ വേണ്ട. അതായത് തീർത്ത് സത്യത്തിൽ ലൈലത്തുൽ ഖദർ ഇനിയും പറ ചാൻസ് ഇല്ല. 29 ഇനിയും ഇല്ല ഇവിടെ, ഒറ്റ രാത്രി സിംഗിൾ നമ്പർ ഇനിയും ഇല്ലേ, 29 ഇല്ലേ. ഞങ്ങൾ എന്താക്കിയ 29 ഇത് കേട്ടോ. എന്നാൽ ആ ലൈലത്തുൽ ഖദർ 1000 മാസത്തിനേക്കാളേറെ ശ്രദ്ധയുള്ള ലൈലത്തുൽ ഖദർ. അതായത് 80 കൊല്ലം 80 ചില്ലാന കൊല്ലം ഞങ്ങൾ ഇബാദത്തെടുത്ത ആ കൂലി ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹ് തരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. 80 കൊല്ലം ഞങ്ങൾ നിസ്കരിച്ചെങ്കിൽ, 80 കൊല്ലം ഞങ്ങൾ ഖുർആൻ ഓതിയെങ്കിൽ, 80 കൊല്ലം ദിക്ർ ചൊല്ലിയെങ്കിൽ, 80 കൊല്ലത്തിലേറെ സലാത്ത് ചൊല്ലിയെങ്കിൽ അല്ലാഹു തആല കൂലി തരുന്ന ഒറ്റ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ഖുർആൻ ഇറക്കപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറുള്ള നാളിനേക്കാളേറെ ആ ലൈലത്തുൽ ഖദറുള്ള രാത്രിയേക്കാളേറെ ശ്രേഷ്ഠതയുള്ള രാവാണ്, ശ്രേഷ്ഠതയുള്ള ദിനമാണ്, മഹത്വമേറിയ ദിനമാണ്, മഹത്വമുള്ള സമയമാണ്. മുത്തുനബി തങ്ങളെ പെറ്റ നാള്, ഹബീബായ നബി തങ്ങളെ ജന്മം നടന്ന നാള് ലൈലത്തുൽ ഖദറിനേക്കാളേറെ ശ്രേഷ്ഠതയുള്ള നാളാണ്. ഇങ്ങനത്തെ ഗാബരിയായോ ഇയാള് ചെന്നിട്ട് കുറെ ഓവർ ആക്കിയാണ്. നാളെ അങ്ങ എന്നോ ആക്കുവാറാങ്ങ ആറ് അങ്ങ് അപ്പുറത്തുണ്ടല്ലേ സൽപ്പി കുൽപ്പി അല്ല അല്ലേ, ഇവിടെ എല്ലാം ഉണ്ടല്ലേ ഈ റായത്തല്ലേ. ടിക്കറ്റ് അല്ലാഹു തആല ഞങ്ങളെ റായത്തെ ഐക്യല്ല കാക്കട്ടെ, ഞങ്ങളെ ഈമാനല്ല സലാമത്താക്കട്ടെ. അങ്ങനെയുള്ള ബിദ്അത്തുകളിൽ നിന്ന്, ലലാലത്തുകളിൽ നിന്ന്, ഗാഞ്ച കഞ്ചാവ് ലഹരിക്കടിമയാകുന്നതിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ മക്കളെ കാക്കട്ടെ, ഞങ്ങളെയും കാക്കട്ടെ. നിങ്ങക്ക് പേടിയായ എന്തല്ലേ നിങ്ങൾ അതിന്റെ ഇടയിൽ വേറെ സ്പീച്ച് ആക്കണ്ട, എന്നെ കേക്കോറും കമന്റ് എല്ലാം പിന്നെ ഇടാം. പിന്നെ ലാസ്റ്റ് ലൈലത്തുൽ ഖദറിനേക്കാളേറെ ശ്രദ്ധയുള്ള രാവ്, ഖുർആൻ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ. അന്നത്തെ നാളിനേക്കാളേറെ പവിത്രതയേറിയ രാവ്, നാള്, അത് നബി തങ്ങളെ പെറ്റ നാളായിട്ടിക്കട്. ഇത് എന്റെ വകയല്ല, എത്രയോ വലിയവരായ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാന്മാരായ ഇമാമിങ്ങൾ കിതാബിൽ എഴുതിയതാണ്. ഇത് വാറോലല്ലേ ഡിങ്കന്റെ കഥ പറയുന്നതല്ല, ഇത് കാൽപ്പനിക കഥയല്ല, ഇത് ബണ്ണിയും വെറുതെ വെച്ചിട്ട് ഇങ്ങനെ ചാക്കി വെച്ചിട്ട് കയറ്റുന്നതല്ല. ഇത് പ്രാമാണികമാണ്, ഇത് ആധികാരികമാണ്, ആരുടെ മുമ്പിലും പറയാൻ കഴിയും. ലൈലത്തുൽ ഖദറിനേക്കാളും നബി തങ്ങളെന്ന് ആ നാൾക്ക് ശ്രേഷ്ഠത്തെ ബഹുമാനോ എന്താ കൊണ്ടുണ്ടാ.
ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ കാരണം റസൂലുള്ളയാണ്. ആ നാളിൽ ഖുർആൻ ഇറക്കപ്പെട്ടു. ആ ഖുർആൻ ഇറക്കപ്പെട്ടത് റസൂലുള്ളാക്കാണ്. എല്ലാം റമളാൻ ഉണ്ടാകാനും നോമ്പുണ്ടാകാനും ആ നോമ്പ് നോക്കിയിട്ടും റമളാൻ അനുഭവിച്ചിട്ടും ലൈലത്തുൽ ഖദർ അനുഭവിച്ചിട്ടും കൂലി ഉണ്ടാക്കാൻ ഒന്നാമത്തെ കാരണം മുത്തുനബി തങ്ങളാണ്. പൊന്നാര നബി തങ്ങളില്ലായിരുന്നുവെങ്കിൽ ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്, നബിയെ അങ്ങില്ലായിരുന്നു നബിയെ നിങ്ങ വന്നിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങ ഈ ലോകത്ത് ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ആമിന ഉമ്മ നിങ്ങളെ പെറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ലൈലത്തുൽ ഖദറില്ല, ഈ ലോകത്ത് സ്വർഗമില്ല, ഈ ലോകത്ത് മക്കയില്ല, മദീനയില്ല, ഈ ലോകത്ത് മനുഷ്യരില്ല, മലായികത്തിങ്ങളില്ല. എല്ലാത്തിന്റെയും കാരണം റസൂലുള്ളാഹ്. ഇപ്പോഴും ഞങ്ങളെ കണ്ടോണ്ടുണ്ടോ? ഇപ്പൊ ചില ആൾമാർക്ക് അതൊരു ഡൗട്ട് ഉണ്ടോ? അങ്ങല്ല കാണാറ്, അതങ്ങനെ കണ്ടോ? കുറച്ച് മുന്നുള്ള ഇങ്ങനെ ചൊന്നിട്ടുണ്ടാറ് മരിച്ചങ്ങ എന്തു കേക്കാല, മരിച്ചങ്ങ എന്തു സൗണ്ട് കേക്കാല, മരിച്ചങ്ങളെ വിളിക്കണ്ട, മരിച്ചങ്ങ എന്തു കേക്കാല. ഞാൻ ഇണ്ടൊരു ക്ലിപ്പ് നോക്കിയേ, മോശമില്ല, അയാൾ ആള് മോശമില്ല. ഈ ചാറുചോറ് ഈ കടലാസ് വായിക്കറിയാത്ത ഓണ്ടക്കാലം 1000 പട്ടത്ത് കാവ് അയാൾക്ക് ഇപ്പൊ പുതിയ തൗഹീദ് വന്നത്. ഇത് വർഷം ചേഞ്ച് ആകുമ്പോ തൗഹീദ് ചേഞ്ച് ആയിക്കൊണ്ടേ ഉണ്ടല്ലേ. ഇപ്പൊ 2 വർഷം മുന്നുള്ള മരിച്ച അവൻ ഉണ്ടല്ലോ പുത്തൻവാദി, അവൻ സ്വർഗത്തിലാ നരകത്തിലാന്ന് ഇപ്പൊ എന്താക്കണം, സ്കാനിങ് ആക്കേണ്ടി വരും. കാരണം ഓൻ വന്നിട്ട് ഇപ്പൊ ചൊന്നുണ്ടല്ലോ ഞങ്ങളത് തൗഹീദ്, ശരിയായ തൗഹീദ് ഞങ്ങളത്. ഇപ്പൊ പുതിയ തൗഹീദ് എന്തുണ്ടാ അയാള് പ്രസംഗത്തിൽ അയാൾ ചൊന്നിട്ടുണ്ടോ? ഇതാ വേണമെങ്കിൽ നാം എല്ലാം കേൾപ്പിക്കാം. അവർക്ക് ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിയില്ല, ആർക്കും അതാണ് അടിസ്ഥാനം. അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ് അടിസ്ഥാനം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ച ചില സന്ദർഭങ്ങളിൽ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കാം. അപ്പോ അല്ല ഉദ്ദേശിച്ചെങ്കിലല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയോ? ചെരുപ്പിന്റെ സൗണ്ടും കേൾക്കുവാറ്, ബിൽച്ചെങ്ങ് കേൾക്കുവാറ്. അയാള് പുതിയത് ചൊന്നോണ്ടുണ്ടോ? അങ്ങ് കേൾക്കാലേ, അത് മരിച്ചങ്ങ മാത്രല്ല ഊടുള്ള നാണും കേൾക്കാലേ. അല്ല കഴിവ് തരാണ്ട് ലോകത്ത് ആരും കേൾക്കാലേ, അത് മരിച്ചക്ക് മാത്രം തെറ്റ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ ദുനിയാവില്? അയാൾ ചൊന്നുണ്ടോ മരിച്ചങ്ങ കേക്കാല, അത് അടിസ്ഥാന, അത് ബേസിക്, അതാണ് വിഷയ ആയെങ്കില അല്ല സന്ദർഭം കൊടുത്തെങ്കില്, കഴിവ് കൊടുത്തെങ്കില് അങ്ങ് കേക്കുവാറ്. അത് മരിച്ചോ മാത്രല്ല ഇവിടെ ജീവിതത്തിലുള്ളോ അങ്ങനമേ. അല്ല കഴിവ് കൊടുത്തെങ്കിലേ കേക്കുറോ, നിന്റെ കഴിവിലല്ല. അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ്, അവർക്ക് ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിയില്ല, അതാണ് അടിസ്ഥാനം. അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ് അടിസ്ഥാനം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ച ചില സന്ദർഭങ്ങളിൽ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കാം. കേൾക്കില്ല എന്നതാണ് അടിസ്ഥാനം. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരാൾ ഖബറിൽ വെച്ചാൽ ആ ആളുകൾ നടന്നു പോകുന്ന ശബ്ദം അവൻ കേൾക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അപ്പൊ ചെരുപ്പിന്റെ സൗണ്ട് കേൾക്കും, ചെരുപ്പിട്ട ആളെ സൗണ്ട് കേൾക്കണം. എങ്ങനെയുണ്ട്? ഇത് പുതിയ തൗഹീദ്. ഇത് എന്തൊക്കെ ചൊന്നുണ്ട്? ആരും തമാശാക്കിയതല്ല, പാർട്ടി പങ്കെട ചൊന്നല്ല, ഗ്രൂപ്പിസ് ചൊന്നല്ല, വിഭാഗീയത്തെ ചൊന്നല്ല. ആൾമാരെ അത് ഇത് ചൊന്നിട്ടോ അങ്ങനെ നല്ല അമലിനെ ബെടക്കാക്കാവത്, ഞങ്ങളെ ഈമാല് ബെടക്കാക്കണ്ട. ഇതല്ല പുതിയ തൗഹീദ്. ഇത്ര നാക്കാല ചൊന്നാറ് മറിച്ചങ്ങ കേക്കാല, എന്തും കേക്കാല. ഇന്നകല തുസ്മിഉൽ മൗതാ, ഖുർആൻ ആയത്തോതിണ്ടിന്നോ ഇപ്പൊ ഹദീസിക്ക് പോയാ മരിച്ചങ്ങ കേക്കാല, മരിച്ചങ്ങ കേക്കാല. അപ്പമേ ഞങ്ങ ചൊന്ന മരിച്ചങ്ങ ഔലിയാണോന്നില്ല, മരിച്ചങ്ങ നബിയാണോന്നില്ല, മരിച്ചങ്ങ സ്വാലിഹാണോന്നില്ല. മരിച്ചവൻ നാരായണായെങ്കിലും കേക്കുവാ. ബദറിൽ കൊല്ലപ്പെട്ട അബൂജഹല്, ഉത്ബത്ത്, ശൈബത്ത് അവരുടെ ശവങ്ങൾ കൊണ്ടുവന്നിട്ട് ബദറിലുള്ള പൊട്ടക്കിണറിലേക്ക് ഇട്ടു. നബി തങ്ങൾ അവരോട് വിഷയം പറഞ്ഞു. ഉമർ ഖത്താബ് തങ്ങൾ അന്നതാ ഒരു നൂതനവാദി ചോദ്യം ചോദിച്ചു. നൂതനവാദി ചോദ്യം. നബിയെ നിങ്ങൾ ആരൊട്ട ഈ വിഷയാക്കൂടോ, നിങ്ങൾ ആരൊട്ട ഈ വിഷയാക്കൂടോ? അങ്ങ് മരിച്ചിട്ടില്ലേ, അങ്ങ് ചവായി പോയാറല്ലേ, ചത്തുപോയാറല്ലേ? അബൂജഹല്, ഉത്ബത്ത്, ശൈബത്ത് അങ്ങനെല്ലാം ഡെഡ് ബോഡി ആ പൊട്ടക്കിണറിലേക്ക് വലിച്ചിട്ടിട്ടുണ്ടല്ലേ. ആ മരിച്ച അങ്ങളൊട്ടമാ നിങ്ങമുണ്ടോ എന്ന് റസൂൽ റൊട്ട ചൊന്നപ്പോ മുത്തുനബി തങ്ങ പറഞ്ഞെന്തറിയാ? ഉമറേ
മരിക്കാത്ത നീ ജീവനോടെയുള്ള നീ മരിച്ചങ്ങളത്ര പോലും നീ കേട്ടിട്ടില്ല എന്നാ ചൊന്നത്. നിന്റെ കാട്ടിയേറെ ക്ലിയർ ആയിട്ട്, നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നിന്റെ കാട്ടിയേറെ അങ്ങ് കേട്ടാറ്. എന്റെ ഗൊന്തുണ്ട അങ്ങക്ക് ക്ലിയർ ചെയ്യാറ്, അങ്ങക്ക് ഏറെ ക്ലിയർ ആയതെന്ത് ഗൊന്തുണ്ട? നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ എല്ലാം നിന്റെ ശരീരം നിയന്ത്രിക്കുന്നു, നിന്റെ റൂഹിനെ, നിന്റെ തടി നിയന്ത്രിക്കുന്നു. എന്നാൽ മരിച്ചങ്ങളെ റൂഹിനെ നിയന്ത്രിക്കോ? തടിയില്ല. അത് മുക്തമാണ്, സ്വാതന്ത്ര്യമാണ്, അത് ഫ്രീ ആണ്, സ്പേസിലാണ്. അത് നിങ്ങളെക്കാളേറെ കേൾക്കൂ, നിങ്ങളെക്കാളേറെ കാണോ, നിങ്ങളെക്കാളേറെ അനുഭവിക്കും, യാതൊരു ഡൗട്ടുമില്ല. ഏതുപോലെ ഞങ്ങൾ ഉറങ്ങിയപ്പോ കാണ്ട കിനാവ് പോലെ. നിങ്ങൾ കിനാവ് കണ്ടാറാ? നിങ്ങൾ കിനാവ് കണ്ടാറാ? അല്ല, ഇവിടെ അത് കേക്കോ കാരണമുണ്ട്. ഇപ്പൊ ഉണ്ടല്ലേ, ഇപ്പൊ മനുഷ്യന്മാർ ഉറങ്ങാണ്ടേ കിനാവ് കണ്ടുകൊണ്ടുള്ളാർ. അങ്ങനത്തെ ഒരു ലോകമായിട്ട് കിടിപ്പോ. കിനാവ് കാണുന്ന ഉറങ്ങണേ, അത് മസ്റ്റ്. ആർക്കും കിനാവ് കാണല. എന്നാ ഞമ്മ ഉറക്കിൽ എന്തെല്ലോ കിനാവ് കാണുന്നു, സ്വപ്നം കാണുന്നില്ലേ? ഇല്ലേ? നാണും കണ്ട, നിങ്ങളും കണ്ടാറ്. നിങ്ങൾ ഉറക്കില് അബുദാബിക്ക് പോയിറാറ്, ഖത്തറിൽ നടക്കുന്ന ഞാൻ അർജന്റീന സൗദി മാച്ച് കണ്ടിട്ട് വന്നിറാറ്. ആ ബർമ്പത്തുകോ 48 കൊല്ലം മുന്നേ മരിച്ചുപോയ അബ്ബറ കണ്ടാറ്. കിനാവലു തിങ്കാക്കുറു നിങ്ങ കിനാവലു അബ്ബറ കണ്ടാറ്. അങ്ങനെ നിങ്ങൾ അബ്ബറ കണ്ടിട്ട് നടന്നുകൊണ്ട് വരുമ്പോ നേത്രാവതി പൊളക്കി പോന്നാറ്. മുങ്ങിയിട്ട് 3ാമത്തെ മുങ്ങലില് നിങ്ങൾക്ക് എന്തോ കൈ കിട്ടി എണിച്ചാറ്. അപ്പൊ കാമ്പോ ഹൈറാവത്തെ ബസ് കിട്ടി, നിങ്ങൾ 10 ബജാൾക്ക് വന്നാറ്. അപ്പൊ കാമ്പ് ഇഷാർത്തായി കിനാവ്. നിങ്ങൾ വാടകയിൽ എത്തിയാറുണ്ട്. ഇപ്പൊ ഇതെന്തോ എത്തിയ ഞങ്ങളെ റൂഹ് പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, എന്ത് വേണ്ട, എന്തോ കൊണ്ടുണ്ട. അതിനെ നിയന്ത്രിക്കോ? ഞങ്ങളെ തടിയില്ല. ഉറക്ക് എന്നത് മരണമാണ്. ഞങ്ങൾ ഉറങ്ങുന്ന നേരം ഞങ്ങളെ തടിയിൽ നിന്ന് ഞങ്ങളെ റൂഹ് പിരിഞ്ഞു പോകുന്നു. അത് ഒരു സ്പേസിൽ പോയിട്ട് നിൽക്കുന്നു. ഞങ്ങളെ തടിനെ ബെഡിലെ കിടത്തിയിട്ടത് പോവുകയാണ്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ. പടച്ച റബ്ബേ, മരിപ്പിച്ച പിന്നെ നീ ഞങ്ങളെ പിന്നെയും ജീമാക്കിയല്ലേ എന്ന് ചൊല്ലല് ഉറങ്ങിയിട്ടണിച്ചപ്പോ സുന്നത്തുണ്ടോ? അപ്പൊ ഉറക്കുന്നത് മരണമാണ്. ആ സമയത്ത് ഞങ്ങളെ ആത്മാവ് സ്വസ്ഥമാണ്, സ്വൈരമാണ്, മുക്തമാണ്, ഫ്രീ ആണ്. അതാണ് ഖത്തറിലെത്തിയോ ഫിഫ ഫുട്ബോൾ കണ്ടോ? അതാണ് നേത്രാവതി പൊളക് വീണോ? അതാണ് അയർച്ചാക്ക് വേണായിട്ട് വലിയ ബോരിയെ ആട്ടിക്കൊണ്ടുവന്നോ? എന്തേ? ആരും തടുക്കില്ലല്ലേ, തടിയില്ലല്ലേ, റൂഹ് ഫ്രീ അല്ലേ? അതേപോലെ മരിച്ചങ്ങ ഇത്ര ചൊന്നിട്ടും നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? പ്ലീസ്, യെസ് ഓർ നോ? തിരിഞ്ഞിട്ടില്ലേ? അപ്പൊ മരിച്ചങ്ങ കേൾക്കുവാർ. ഇനി ആ വിഷയത്തിൽ നിങ്ങൾ തർക്കാക്കണ്ട. ഇനിവിടെ പീഡിന്റെ അവിടെ വന്നിട്ട് നിങ്ങളെ തല തിന്നുമ്പോ നിങ്ങൾ എന്തെങ്കിലും മുയ്യുദ്ദീൻ ശക്ര വിളിക്കറോ? ഏത് ശംസുള്ള മല അങ്ങ കാണാല അങ്ങ കേക്കലാൻ ചൊല്ലുമ്പോ ഇത് വെച്ചോടും. ഇതാ നിന്റെ പുതിയ തോവിത് ലേറ്റസ്റ്റ് 2022 2022 കേക്കുവാറ്. അപ്പൊ പിന്നെ ഞങ്ങളെ ഒട്ടിക്കമേ ദയിച്ചിട്ട്, ഒട്ടിക്കമേ റാത്തിവാക്കിയിട്ട്, ഒട്ടിക്കമേ നിസ്കരിച്ചിട്ട്, ഒട്ടിക്കമേ തറാവി 20 ഒട്ടിക്കമേ സുബൈക്ക് കുനൂത്ത് ഓതിയിട്ട്, ഒട്ടിക്കമേ ശംസുൽ ഉലമാന്റെ മൗലിദ് ഓതിയിട്ട് നല്ല പോലെ പോവല്ലേ? വേറെ വേണ. അല്ലെങ്കിൽ ഈ സമാജ വേറെ ആയിട്ടൂടെ മണ്ണിയായിറ അല്ലേ? ഞങ്ങളിലുള്ള എത്ര പാർട്ടി വേറെ ഇല്ല. അവസാനം ഇപ്പൊ നോക്കുമ്പോ വോട്ടിലും ഞങ്ങളെ പാർട്ടി വന്നറ്. എല്ലാത്തിലും പാർട്ടി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് സേഫ്റ്റി, ഞങ്ങൾക്ക് സെക്യൂരിറ്റി തരണമെന്ന് ചെന്നിട്ട് വന്ന് അങ്ങക്കും പാർട്ടി ഉണ്ടോ? അങ്ങ് നിൽക്കാറ് വോട്ടും. നിങ്ങൾ ആരും തിങ്കാക്കണ്ട, തലമുണ്ടാക്കണ്ട, നിങ്ങൾ പേടിക്കുകയും വേണ്ട. 3-4 കല്ല് സാരില്ല. ഞങ്ങ 10 ആളത് 20 പെട്ടിക്ക്, അങ്ങ 8 ആളത് ഒരേ പെട്ടി. എന്തായി പാളുക ഇണ്ടും 1 രൂപ കൂടി. ഇനി കട്ടൻ ചായ കുടിക്കണോ? ഇടറോട്ടോ എന്താവും?
ആര് വേണമെങ്കിൽ വരട്ടു പോവാ, ഞങ്ങളെ നാട് അത് കാക്കപ്പെടണം, ഭാരതം കാക്കപ്പെടണം. ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മറ്റു മതക്കാരും സ്വസ്ഥമായ റാഹത്തോടെ സൗഹാർദ്ദത്തിൽ നല്ല ഇസ്സത്തോടെ ജീവിക്കണം. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കണം. ഒരു പൂന്തോപ്പിലെ വ്യത്യസ്തങ്ങളായ പൂക്കളെ പോലെ, വൃന്ദാവനത്തിലെ ഹൂതോട്ട പോലെ ചന്തത്തിലൂടെ കഴിയണം. ധർമ്മങ്ങൾക്കിടയിൽ ബിർക്കുണ്ടാവതീറ ഊടെ അതിന്റെ ഇടയിൽ ആ പേരിലെ ഗളഭഗദ്ദല ഉണ്ടാവതീറ, ഊടെ ജാതിവാദി കോമവാദി ഭീകരവാദം ഉണ്ടാവതീറ. അത്ര മാത്രമേ ഞങ്ങൾക്ക് നീയത്തുള്ളൂ. അള്ളാഹു ഞങ്ങളെ ഭാരതത്തിന്റെ ഇസ്സത്ത് കാക്കട്ടെ. ഞങ്ങളെ ഭാരത മണ്ണിലുള്ള സകല ജനങ്ങളെയും അല്ലാഹു കാക്കട്ടെ. ഹിന്ദുവിനായും മുസ്ലിമിനായും ക്രൈസ്തവനായും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഇവിടെയുള്ള ഈ ജനങ്ങൾക്കിടയില് ബിറുക്കുണ്ടാക്കുന്ന, ഭിന്നതയുണ്ടാക്കുന്ന, അവിടെ ജാതി പറഞ്ഞിട്ട് ബെടക്കാക്കുന്ന എല്ലാ ശക്തികളെയും അല്ലാഹു മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഒറ്റപ്പെടുത്തട്ടെ. പോവായ അല്ലാഹു ഒറ്റപ്പെടുത്തട്ടെ. ആമീൻ ചൊല്ല്, ആമീൻ ചൊല്ല്. അപ്പൊ മഹാന്മാര് കേൾക്കും, മഹാന്മാര് കാണോ. നിങ്ങൾ ഈ ഇരുന്ന് എന്ത് ഇത് ഇങ്ങനെല്ലാം പോയോണ്ടിരിക്കും, എന്ത് വിഷയം തീരെ ഒരു ചെന്നുമ്പോ പിന്നെ യാറ ഒരു അങ്ങനെ ഉണ്ട് ചില ജാഗൽ. നീ ദയും ചെന്നെങ്കിൽ എണിക്കറവാ, നീ എണിയും ചെന്നെങ്കിൽ ദയിക്കറവാ, നീ തിന്നണ്ട ചെന്നെങ്കിൽ മുക്കിട്ട് തിന്നുവേ. അതബ് കുർത്തല്ല, നല്ല ജാഗ്രത ഔത്തെ ശരിയാക്കണോ, ഉസ്താദെ നോക്കണം ചെന്നങ്ങാവല്ല. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ആ സംഘടന, അതല്ലെങ്കിൽ ആ മഹത്തായ ആ ഒരു പാരമ്പര്യം, അതിവിടെ ഉണ്ടാക്കപ്പെട്ടത് അല്ലാഹുവിന്റെ ദീന് ശരിയായ നിലക്ക് നിലനിൽക്കണം. ഇടക്കിടക്ക് മാറുന്ന തൗഹീദ് വരാൻ പാടില്ല, ബിദ്അത്ത് വരാൻ പാടില്ല, ലലാലത്ത് വരാൻ പാടില്ല, ഈ നാട് ഭിന്നിക്കാൻ പാടില്ല, ഇവിടെയുള്ള സമാജത്തിൽ വടക്കുണ്ടാവാൻ പാടില്ല. എല്ലാവരും ഐക്യത്തോടെ റാഹത്തോടെ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ മുത്തുനബി തങ്ങളെ പഠിപ്പിച്ച ഈമാനിലായി, സഹാബത്തെ കാണിച്ചു തന്ന നല്ല വഴിയിലായി ജീവിച്ചു മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമസ്തയുണ്ടാക്കിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് മുസൽമാന്റെ ഈമാനിന്റെ ഭദ്രകോട്ടയാണ്, അവന്റെ സംരക്ഷണ കോട്ടയാണ്, അവനുള്ള രക്ഷാകവചമാണ്. സമസ്ത എന്നതൊരു പാർട്ടിയല്ല, ഒരു കാലഘട്ടത്തിന്റെ നായകൻ മഹാനായ ശൈഖുനാ ഖുതുബുസ്സമാൻ. ഉമ്മമാരെ, സഹോദരിമാര്, നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ സംഘാടകർ ബക്കറ്റുമായി വരുന്നുണ്ട്. ശംസുൽ ഉലമ തങ്ങളെ മജ്‌ലിസിലാണ് നിങ്ങളുള്ളത്. നിങ്ങളെ തടിയിലുള്ള രോഗങ്ങൾ കരുതിയിട്ട്, നിങ്ങളെ വിഷമങ്ങൾ ബേജാറ് കരുതിയിട്ട് നല്ലൊരു പൈസ ബക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കണോ. അല്ലാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. എണിക്കണ്ട വന്നിട്ടില്ല, കുറച്ചല്ല, ഇത് ജാഗ്രതാക്ക്. നീ അൽഹംദുലില്ലാ നല്ല സൗണ്ട്. എനിക്കൊരു 3 മണിക്കൂർ വേലയിലൊന്നുണ്ടായി. ഞാൻ വിഷയത്തിലേക്ക് കിടന്നിട്ടേ ഇല്ല. ഞാൻ ആമുഖ മുന്നോടിയായിട്ട് ചില വിഷയം നിങ്ങളുടെ ഫസ്റ്റ് ഒന്ന് മണവരിക്കാക്കി, പിന്നെ വിഷയത്തൊക്കെ കിടന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന ചൊല്ലണമെന്നില്ല, വേഗം നിങ്ങൾക്ക് പിടിയാവും. ഫസ്റ്റേത്തല്ല ബയാനാക്കിയെങ്കിൽ പിന്നെ നന്ന ഉദ്ദാക്കണമെന്നില്ല. അപ്പൊ ഞാൻ തല്ലി ഇത്ര നേരം എന്താക്കിയ മുന്നോടി തല്ലി ഏറെ ചൊന്ന, ഞാൻ വിഷയത്തിൽ കിടന്നിട്ടേ ഇല്ല. നല്ല സൗണ്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റർ ഉള്ളോടല്ല എനിക്ക് വലിയ സമാധാനം. ഇത് ഏതൊരു സൗണ്ട്, അവനെ വിളി, അവന്റെ പേര് പറഞ്ഞില്ല. അവനെ സാധാരണ കാണുന്ന മുഞ്ഞാന്ന് കിന്നത്ത് അവിടെ ഉടലും ഉണ്ടായി. ഇത് പേരെന്തുമാ? ഇമ്രാൻ. ഇതാരെ സൗണ്ട്? ഉള്ളാൾ മുഞ്ഞാന്ന് കണ്ട്. നിന്റെ തന്നെ ആരിന്റെ ഓണർ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല കാരണം അറിയാം, നമുക്ക് ഇത് വലിയ സന്തോഷം. നിങ്ങൾ പിന്നെ പോകുമ്പോ തരുന്ന പൈസ കുറഞ്ഞൊന്നും വലിയ ബേജാറാന്നില്ല. നിങ്ങൾ പിന്നെ പോകുമ്പോ തരുവാറല്ല ബാധ്യ തരല്ലേ. അങ്ങനെ തരുമ്പോ നിങ്ങൾ ഒരു 10,000 തരുമ്പോ അതൊരു 9,500 ആയെന്നൊക്കെ വലിയ ബേജാറില്ല. 500 ഷോർട്ടായെങ്കിൽ വലിയ ബേജാറ്. സൗണ്ട് നന്നായെങ്കിൽ വലിയ സമാധാനം, റാഹത്ത്. എന്തേ, ഞങ്ങൾക്ക് നാളെയും വയലുണ്ട്, ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ട്, കോളേജ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആകുമ്പോൾ നമുക്ക് വലിയൊരു സമാധാനം. അതിനു വേണ്ടിയിട്ടായി പറഞ്ഞു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല സൗണ്ടിനും സൗണ്ട് ഓണർക്കും അതിന്റെ സിസ്റ്റമിന്റെ ആൾക്കാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഈ പരിപാടി ലൈവായിട്ട് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് വളരെ ക്ലാരിറ്റിയോടെ, ക്ലാരിറ്റി എന്ന് പണ്ണയും ചെന്നല്ല, ചില ലൈവ് എല്ലാം കണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അതിന്റെ ഇടയിൽ ഇത് ആര് പ്രസംഗിക്കുന്ന നോക്കണമെങ്കിൽ ടോർച്ച് അടിക്കണം, കറുത്ത് ചെയ്യണം.
അങ്ങനത്തെ കുറെ ലൈവെല്ലാം ഉണ്ട്. ഒരാളും ഞാൻ എന്റെ മേവർ ലൈവ് ഇട്ടിട്ട് നമുക്ക് തോന്നി എനക്കറിയല്ലേ ലൈവ് ആര് പിടിക്കണം. ഞാൻ ആരും ഏജന്റും അല്ല, എന്റെ ആരും കേൾക്കലും ഇല്ല, ഞാൻ ഏജന്റും അല്ല, ഞാൻ കൊടുക്കലും ഇല്ല. എനക്കറിയാം നാനായി നന്റെ ഹാലായി അല്ലാഹ് കബൂലാക്കട്ടെ. എനിക്ക് ഏജന്റും ഇല്ല, ഇതുമില്ല. ആയെങ്കിലോ ചില ലൈവെല്ലാം ഉണ്ടല്ലേ 3000 2000 എല്ലാം മേങ്ങിയാറ് പോയാറ്. അത് ആറ് പ്രസംഗിച്ച് നോക്കണമെങ്കിൽ ടോർച്ച് അടിച്ചു നോക്കണം. പാടെ പുറത്ത് ഉൾക ചില ലൈവെല്ലാം നല്ല ക്ലാരിറ്റിയാണ്, ഒരുപാടുണ്ട്. നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയില്, കർണാടകയിലെ, കേരളത്തിലെ പല ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ നല്ല ക്ലാരിറ്റിയോടെയുള്ള ലൈവാണൊന്ന് അൽ കൗസർ മീഡിയ. ഉസ്താദൻ അറിഞ്ഞു ഇപ്പൊ അൽ കൗസർ അല്ലേ? അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലിപ്പോ ഞാൻ ചെല്ലാൻ ചെല്ലിട്ട് നാളെ ഓരെന്നെ വിളിക്കണമെന്നില്ല. ഞാൻ ചെല്ലിയത് കൊണ്ട് ഇനി വിളിക്കാണ്ടിരിക്കുകയും വേണ്ട. ഞാൻ അതിന്റെ ആളല്ല, എനക്ക് അവർ എന്ത് തരുന്നുമില്ല. ഞാൻ അങ്ങനെ വിചാരിക്കണ്ട, ഞാൻ ആരും ആഡാക്കിയതല്ല. പക്ഷെ ഒരാള് നന്മ കാണുമ്പോ ചെല്ലണ്ടേ, ഒരാള് നന്മ കാണുമ്പോ ചെല്ലണ്ടേ, ഒരു ഗുണം കാണുമ്പോ ചെല്ലണ്ടേ. അത് ചെല്ലാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിന്റെ മനസ്സിൽ അസൂയയുണ്ടെന്നർത്ഥം. നിന്റെ മനസ്സ് നേരെയില്ല, നിന്റെ കൽബ് നേരെയില്ല. അതേ കൽബ് നേരാവണോ? കുറെ നിസ്കാരം വേണ്ട, അത് ഫർളായത് മാത്രം ഉണ്ടെങ്കിൽ മയ്യാവൂ. കുറെ നോമ്പ് വേണ്ട, ഫർളായ നോമ്പ് മാത്രം ഉണ്ടെങ്കിൽ മയ്യാവൂ. കുറെ ദിക്റ് വേണമെന്നില്ല. പിന്നെന്തോ ഫസ്റ്റ് വേണായ കൽബ് ക്ലിയർ ആവണോ. അലാ ഇന്ന ഫിൽ ജസദി മുളാ, ഞങ്ങളെ കൽബ് നേരാവണോ. അലാ വഹിയൽ കൽബ് അത്തഖ്വാ ഹഉനാ, ഇവിടെയാണ് തഖ്വയുള്ളത്, ഇവിടെയാണ് തഖ്വയുള്ളത്. ഇവിടെ അസൂയ വരാൻ പാടില്ല, ഇവിടെ പക വരാൻ പാടില്ല, ഇവിടെ ആരോടും കോപമുണ്ടാകാൻ പാടില്ല, ഇവിടെ ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടാകാൻ പാടില്ല. ഒരാളെ സംബന്ധിച്ചിട്ടും അവഹേളനക്കാരി കീളരിമ മനോഭാവ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് ഞാനും നിങ്ങളും ക്ലിയർ ആകണത്. ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് വരാലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ 1300 വർഷത്തോളം എന്ത് പ്രശ്നമില്ല. ഇവിടെ എല്ലാരും ഒരേ ആചാര, ഒരേ വിചാര, ഒരേ അനുഷ്ഠാന, ഒരേ ആദർശ. ഒരു 100 മുന്നോലും തെല്ലു കുസു കുസു തുടങ്ങി. എന്തൊരു വിഷയ തറാവി എട്ടാക്കണമില്ല. ഇപ്പൊ എട്ടുമില്ല. ഇപ്പൊ ചെല്ലാറ് വട്ട പൂജ്യം, തറാവിയ ഇല്ല. ഇഷാ നിസ്കരിച്ച് പിന്നെ 3 റക്അത്ത് നിസ്കരിക്കുന്നെങ്കിൽ വിത്തറ്. ഇഷാ നിസ്കരിച്ച് പിന്നെ പാതിര ജാവ് കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കുന്നെങ്കിൽ ഖിയാമുൽ ലൈല്. ഉറങ്ങിയടിച്ചിട്ട് നിസ്കരിക്കുന്നെങ്കിൽ തഹജ്ജുദ്. അല്ല മുന്നോളം നിസ്കരിക്കുന്നെങ്കിൽ തറാവി. എല്ലാം ഒന്നേ, ഇത് എല്ലാം ഒന്നുമില്ല. പിന്നെ മഖാമ റമളാന ഈമാനും വഹ്തിസാബ് എന്നല്ല റസൂൽ ഹദീസ് ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കാലത്ത് തറാവീഹ് സഹാബത്ത് എല്ലാവരും ഒരു ഇമാമിന്റെ കീഴിൽ ഉബയ്യ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ 20 റക്അത്ത് തറാവി നിസ്കരിച്ചു എന്ന് എല്ലാ കിതാബിലും ഇല്ലേ, എല്ലാ ഇമാമിങ്ങളും പറഞ്ഞില്ലേ, എല്ലാ ഹദീസിന്റെ കിതാബിലും ഇല്ലേ. എന്നിട്ട് പറഞ്ഞു തറാവി ഇല്ല. ഇപ്പൊ പുതിയത് ഇതാ ലേറ്റസ്റ്റ് തൗഹീദ് മരിച്ചങ്ങ കേൾക്കുവാറ്. ഇൻഷാ അല്ലാഹ് 2022 ഇത് 2032 മച്ചങ്ങളെ ഇങ്ങ വിളിക്കോറു അങ്ങോട്ട് തേടോറും ചൊല്ലുക. കാരണം എന്തേ, ഞങ്ങൾ മുന്നമേ ചെന്നുകൊണ്ടുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ തങ്ങളെ മക്ബറയിൽ ചെന്നോ, അവിടെ നിന്ന് ദുആരക്കുന്നുണ്ട്. മുത്തുനബി തങ്ങളെ കാലത്ത് തന്നെ സഹാബികൾ നബി തങ്ങളെ മക്ബറയിൽ പോയിട്ടുണ്ട്. പോയിട്ട് അവിടെ ദ്വാരക്കണോ നിർബന്ധം ഞങ്ങൾ ചെന്നില്ല. യാ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിക്കണോ നിർബന്ധം ഞങ്ങൾ ചെന്നില്ല. യാ ബദരീങ്ങളെ എന്ന് വിളിക്കലും നിർബന്ധമാണ്, ഫർളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇല്ല, യാ മുമ്പുറം തങ്ങളെ എന്ന് വിളിക്കണം, ഇസ്തിആദ നടത്തണമെന്നത് ഫർളാണ്, നിർബന്ധമാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരു വേള ഏതെങ്കിലും ഒരു മുഅ്മിനായ ആണ് പെണ്ണ് അങ്ങനെ വിളിച്ചെങ്കിൽ, അങ്ങനെ ഇസ്തിആദ നടത്തിയെങ്കിൽ അത് ശിർക്കാണ് എന്ന് പറയാൻ ന്യായമില്ല, പ്രമാണമില്ല. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ അടുക്കല ഹബീബായ നബി തങ്ങളെ വഫാത്തിന്റെ ശേഷം, മരണശേഷം ഒരു സഹാബി വന്നിട്ട് പറയുകയാണ്, യാ ഖൈറ മൻ ദുഫീനത് ബിൽ ഖായിഅലുമുഹു, പൊന്നാര നബിയേ, നാട് വല്ലാത്ത ക്ഷാമത്തിലാണ്, ബറകാള, നാടിന് വല്ലാത്ത ബറകാള, മഴയില്ല, വെള്ളമില്ല, ക്ഷാമമാണ്, പ്രയാസമാണ് നബിയേ, അവിടുന്നതാ ഞങ്ങൾക്ക് പരിഹാരം വേണം നബിയേ.
എന്നവിടെ നബിയോട് പറയുകയാണ്. ഹബീബായ നബി തങ്ങളെ ഖബറിലാണ്, വഫാത്തായ നബിയാണ്, സ്വഹിയായ ഹദീസാണ്. ഇത് കള്ളമല്ല, വാറോലയല്ല, പൊന്നു മുസ്ലിമേ, ലഈഫല്ല. എത്രയോ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ച ചരിത്രമാണ്. എത്രയോ ഇമാമിങ്ങള്, എത്രയോ മഹാന്മാര്. സുബ്ഹാനല്ലാഹ്. ഈ വന്ന സഹാബി ആരറിയാ? അഡ്രസ് ഇല്ലാത്തയാളല്ല, പേരും ഊരും അറിയാത്ത ആളല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ആർത്തിക പിന്നെ അണക്കാസു സച്ചിവ വിഭാഗത്തില്, അതേ ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ സർക്കാർ വകുപ്പില്, അണക്കാസു കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന വകുപ്പില് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അയാളെ പേര് മാലിക്കുദ്ദാർ എന്നാണ്. അയാള് ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ഖജനാവ് സൂക്ഷിപ്പുകാരനാണെന്ന് മഹാനായ അമീറുൽ മുഹദ്ദിസീൻ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങള് ഫതുൽ ബാരിയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. വന്നാള് ചെറിയ ആളല്ല, മുത്തുനബി തങ്ങളെ സഹാബിയാ. അപ്പൊ നബിയെ എന്ന് വിളിച്ചത് ശിർക്കാണോ? മുഹയ്യദ്ദീൻ ഷേഖ് എന്ന് വിളിക്കുന്നത് തെറ്റാണോ? തെറ്റല്ല, വിളിച്ചിട്ടേ വേണോ, നിർബന്ധവും ഞങ്ങൾ ചൊല്ലുന്നില്ല. അത് നിർബന്ധമാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. പക്ഷേ വിളിച്ചങ്ങള് കാഫറാക്കണ്ട, മുശ്രിക്കാക്കണ്ട. ഇനി മഹാന്മാരെ തവസ്സുലാക്കുകയാണെങ്കിൽ അത് സുന്നത്തും കൂടെയാണ്. അത് ഞങ്ങളെ ദുആക്ക് ഇജാബത്തിന് ഏറ്റവും നല്ല എളുപ്പമാർഗമാണെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ദീനിന്റെ ആശയങ്ങൾ ചോദ്യം ചെയ്തിട്ട്, ദീനിന്റെ ആചാരങ്ങൾ ചോദ്യം ചെയ്തിട്ട്, പാരമ്പര്യ വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ട് ഇവിടെ അതാ പുത്തൻവാദികൾ കടന്നു വന്നപ്പോ, കള്ളപ്രവാചകന്മാർ കടന്നു വന്നപ്പോ, കള്ളത്തരീഖത്തുകാർ കടന്നു വന്നപ്പോ, അനിസ്ലാമികത വർദ്ധിച്ചു വരാൻ തുടങ്ങിയപ്പോ, അധാർമികത വർദ്ധിച്ചു വരാൻ തുടങ്ങിയപ്പോ, സമാജത്തില് സമുദായത്തില് ഭിന്നമത ബിർക്കുണ്ടാവാൻ തുടങ്ങിയപ്പോ സമസ്ത ഉണ്ടാക്കിയത് അപ്പോഴാണ് സമസ്ത ഉണ്ടാക്കിയത്. അല്ലാതെ സമസ്ത ഉണ്ടാക്കിയത് ആര് എം പിക്ക് നിൽക്കണോന്ന്, വോട്ടുക്ക് നിൽക്കണോന്ന് ചൊല്ല വേണായിട്ടല്ല. ആറ് ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റാണ് തീരുമാനിക്ക് വേണായിട്ടല്ല സമസ്ത. സമസ്ത ഉണ്ടാക്കിയത് അള്ളാന്റെ ദീന് സംരക്ഷിക്കപ്പെടാൻ, അള്ളാന്റെ ദീനിന്റെ ശരിയായ രൂപം ഇവിടെ നിലനിൽക്കപ്പെടാൻ, മുഅ്മിനീങ്ങളെ ഈമാനെ ഭദ്രമായി കാക്കപ്പെടാൻ, മുഅ്മിനീങ്ങൾക്ക് അള്ളാന്റെ ഖുർആനിലേക്ക് അടുപ്പിക്കപ്പെടാൻ, മുഅ്മിനീങ്ങൾക്ക് അള്ളാന്റെ ദീന് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കപ്പെടാൻ, ഫിഖ്ഹിലൂടെ, അഖീദയിലൂടെ, ലിസാനുൽ ഖുർആനിലൂടെ, താരീഖിലൂടെ, ഫത്വൽ മുഈനിലൂടെ, കിതാബുകളിലൂടെ അള്ളാന്റെ ദീനെ പഠിപ്പിക്കാനാണ് ശരിയായ നിലക്ക് മുഅ്മിനിനെ നിലനിർത്താനാണ് സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതാരറിയുമോ ഉണ്ടാക്കിയത്? അതിന് നേതൃത്വം നൽകിയ മഹാന്മാരറിയാ? അള്ളാന്റെ ലോകം കണ്ട വലിയവരായ മഹാത്മാക്കളാണ്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ഹറാമല്ല, ഹറാമ് പോയിട്ടൊരു കറാഹത്ത് പോലും ജീവിതത്തിൽ വരാതെ സൂക്ഷിച്ച മഹാത്മാക്കളാണ്. ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സാബർ 1926 ജൂൺ തിങ്കള 26 സമസ്ത എന്ന മഹത്തായ സംഘടന മഹാനായ മുല്ലക്കോയ തങ്ങളെന്ന കുതുബുസ്സമാൻ അവിടെ നിന്ന് രൂപീകരിക്കുമ്പോ അന്ന് 40 ഔലിയാക്കളെ മെമ്പർമാരായിട്ട് ചേർത്തു. അതിൽ 26ാമത്തെ മെമ്പറായിട്ട് ചേർത്തതാരറിയാ? 26 വയസ്സുള്ള ബാല്യക്കാരനായിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കോയതങ്ങ മെമ്പറാക്കിയ ആള്. പിന്നെ 26 ആണ്ട് പ്രസിഡന്റായി കണ്ണിയത്ത് ഉസ്താദ്. ശംസുൽ ഉലമ തങ്ങളെയും ഉസ്താദാണ്. ജീവിതത്തിൽ ഒരു കറാത്ത് പോലും വന്നിട്ടില്ല. വല്ല കറാമത്തിന്റെ ഉടമ ദുആരുന്ന് കഴിഞ്ഞാൽ യാവദൂദ് 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 എന്ന് പറഞ്ഞിട്ട് മേലായ റബ്ബിലേക്കൊന്നു ദുആരെന്നാൽ ആ ദുആ സ്വീകരിക്കപ്പെട്ടിട്ടല്ലാതെ ചരിത്രമില്ല. അതാണ് കണ്ണിയത്തോർ. സമസ്ത എന്നത് ഇലാഹി പ്രസ്ഥാനമാണ്. അതൊരു പാർട്ടിയായിട്ട് കാണണ്ട. ഈ ത്രിവർണ പതാക
SKSSF-ന്റെ ഈ ഹരിത റൗളാങ്കിത ത്രിവർണ്ണ പതാക, പരിശുദ്ധ റൗളയുടെ പച്ചക്കുബ്ബ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഹരിതവർണ്ണ റൗളാങ്കിത ത്രിവർണ്ണ പതാക, അത് ഞങ്ങളിലേക്ക് ഏൽപ്പിച്ചത് മഹാനായ കണ്ണിയത്തോറാണ്, മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളാണ്. അത് ചെറിയ സംഘടനയല്ല. നിങ്ങൾ അതിന്റെ ബാക്കിന്ന് കൂടണോ? അത് ഈമാനിന്റെ സംരക്ഷണത്തിന് ആവശ്യമാണ്. അത് നാട്ടിൽ ഭിന്നമതം ഉണ്ടാക്കാനല്ല, പാർട്ടി ഉണ്ടാക്കാനല്ല, തല്ലുണ്ടാക്കാനല്ല, ആരെയും കാഫിറാക്കാനല്ല. ഞങ്ങളെ ഭാവിയിലുള്ള മക്കൾ നല്ലവരായിട്ട് വളരണ്ടേ, അവർ ദീനുള്ള മക്കളാകണ്ടേ. ഇന്നതാ കള്ള് കഞ്ചാവ് വർദ്ധിച്ചു വരുന്നു, ഗാഞ്ചാ വ്യസനികളും അധികരിക്കുന്നു. ഇല്ലേ? ഇന്നലെ നിങ്ങൾ പേപ്പർ വായിച്ച നിർത്തനായ 10:15 എത്ര മണിയോളം പ്രസിഡന്റ് ഉണ്ട് ഇലവരി? എത്ര മണിയോളം അവിടുന്ന് ചെല്ലിങ് മതി. ഇന്നാലല്ലോ ഞാൻ അയാളെ വിളിക്കുന്നതിന് മുന്നേ നിങ്ങളോട്ടൊന്നാ എന്തൊരു ചൊന്നോണ്ടിന്ന്. നിങ്ങൾ നണ്ടൊട്ടിമേ ആയത് ഏറിയതാ അല്ല കുറഞ്ഞതാന്നൊക്കെ ഈ സംഘടന. ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ പേപ്പറിൽ നോക്കി, ഇന്നലെ മലയാള പേപ്പറിലുണ്ടോ? ഇതിലുണ്ട്. എല്ലാ വാട്സപ്പ് ഇപ്പൊ വന്നല്ലോ, വാട്സപ്പ് ഫേസ്ബുക്കെല്ലാം ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ വ്യാപകല്ലേ, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇന്നലെ കണ്ടില്ലേ ഒരൊറ്റ നിമിഷം കൊണ്ട് കല്ല് പോലത്തെ രണ്ടാൾക്കാരെ ഗാഞ്ചാ വ്യസനികൾ കുത്തിക്കൊന്നു. എന്ത് കാര്യം? ഗാഞ്ചയെ പറ്റി ചോദിച്ചു. ഇത്തിരി പോകുന്ന കുഞ്ഞുമക്കൾക്ക് കൊണ്ടുവന്നിട്ട് പൈസാക്കുന്ന ഹറാമിന്റെ കച്ചവടം. ഇനിയിപ്പത് വ്യാപകാൻ. ഹറാമല്ലേ ലഹരിയല്ലേ? ഹറാമല്ലേ ലഹരിയല്ലേ? കള്ള് ഹറാമല്ലേ? ഗാഞ്ച ഹറാമല്ലേ? അല്ലാഹു അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന്, ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ഞങ്ങളെ മക്കളെയും കാക്കട്ടെ. ആമീൻ ജല്ലല്ലാഹ് കാക്കട്ടെ. അങ്ങനെയുള്ള വല്ല സ്വഭാവങ്ങൾക്കോ ദുശ്ചട്ടങ്ങൾക്കോ ആരെങ്കിലും അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ശംസുൽ ഉലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അത് മാറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു അവരെയും ഞങ്ങളെയും അല്ലാഹുവിന്റെ വഴിയിൽ നേരാക്കി തരട്ടെ.